സംഘപരിവാറിൻ്റെ അതേ നറേറ്റീവ്, രണ്ടുപേരും ഒരേ തോണിയിൽ യാത്ര ചെയ്യുകയാണ്. കേരളത്തിൽ ഈ അവിശുദ്ധ ബാന്ധവമാണ്. അതുകൊണ്ടാണ് BJP സ്ഥാനാർത്ഥി ആദ്യം വേണ്ട എന്ന് തീരുമാനിച്ചത്. അതിനുശേഷം വലിയ ആരോപണം BJP നേതൃത്വത്തിനെതിരെ ഉണ്ടായപ്പോഴാണ് ഏതോ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിച്ചത്. ഏതോ ഒരു സ്ഥാനാർത്ഥി, BJPക്കാർക്ക് പോലും അറിയില്ല ആരാണെന്ന്. ഏതോ ഒരു സ്ഥാനാർത്ഥി. ഞാൻ സ്ഥാനാർത്ഥിയെക്കുറിച്ചൊന്നും പറയുന്നില്ല, വേറെ ഒന്നും പറയുന്നില്ല. ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഞങ്ങളങ്ങനെ കമൻ്റൊന്നും പറയാറില്ല, അതുകൊണ്ട് പറയുന്നില്ല. എന്നിട്ട് പേരിന് വേണ്ടിയിട്ടാണ്. അവർ തമ്മിലുള്ള ബന്ധമാണ് ഇവിടെയുള്ളത്. അതിനെ പരാജയപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥി ഇവിടെ വിജയിക്കുക തന്നെ ചെയ്യും. ഞങ്ങൾക്ക് പൂർണ്ണമായ ആത്മവിശ്വാസം. ഈ സാമൂഹ്യക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് KC വേണുഗോപാൽ നടത്തിയ പരാമർശം അത് CPM നേതാക്കൾ വിവാദമാക്കി. ഇപ്പോൾ ആ പ്രസ്താവന പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യാണ്. KC വേണുഗോപാലിന്റെ രൂക്ഷ വിമർശനമാണ് CPM നേതാക്കൾ ഒന്നടങ്കം നടത്തുന്നത്. അവർക്ക് വേറെ വിഷയമൊന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ വിഷയമൊന്നുമില്ല. എന്താ KC വേണുഗോപാൽ പ്രസംഗിച്ച് നിങ്ങളെല്ലാം കേട്ടതല്ലേ? ഏതെങ്കിലും മാധ്യമങ്ങൾ അത് വിവാദമാക്കിയ അദ്ദേഹം പറഞ്ഞത് എന്താ? പെൻഷൻ കൊടുക്കാതെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കണ്ടാണ് 6-7 മാസത്തെ പെൻഷൻ കുടിശ്ശിക വരുത്തും. എന്നിട്ട് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഈ എല്ലാ വീടുകളിലും ഈ പൈസ സൂക്ഷിച്ചു വെച്ചിട്ട് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കൊണ്ടുപോയി ഒരുമിച്ച് കൊണ്ടുപോകും. അതൊരു ശരിയായ രീതിയാണോ? അതൊരു ശരിയായ രീതിയാണോ? അതാണ് KC വേണുഗോപാൽ ചോദിച്ചത്. ഞങ്ങളതിൽ ഉറച്ചു നിൽക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, അത് ശരിയാണോ? ഇപ്പോഴും ആ പരിപാടി തുടങ്ങുക. ഇപ്പോൾ പെൻഷൻ ഇത് വരും. ഇപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ പെൻഷൻ കുടിശ്ശിക വരും. പെൻഷൻ കുടിശ്ശിക വന്നിട്ട് 3-4 മാസത്തെ കുടിശ്ശിക അടുത്ത അസംബ്ലി ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് കൊണ്ട് കൊടുക്കും, അല്ലെങ്കിൽ പഞ്ചായത്ത് ഇലക്ഷൻ്റെ തൊട്ട് മുമ്പേ കൊടുക്കും. അപ്പോൾ വീട്ടിൽ പൈസ എത്തിയെന്നുള്ള ഇത് ആളുകളെ കബളിപ്പിക്കല്ലേ? അതാണ് KC വേണുഗോപാൽ കൃത്യമായിട്ട് ചോദിച്ചത്. അങ്ങനെയൊന്നും അല്ലല്ലോ അദ്ദേഹം പറഞ്ഞത്. എന്താണ് നിങ്ങൾ കേട്ടല്ലോ? അദ്ദേഹം പറഞ്ഞത് ഇതാണ്, അതിൻ്റെ സാരാംശം ഇതാണ്. അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ആളുകളെ കളിപ്പിക്കുകയാണ്, ആളുകളെ കബളിപ്പിക്കുകയാണ്. അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു, ഒരു പിൻവലിക്കലും. തീർച്ചയായിട്ടും അങ്ങനെയല്ലേ, കബളിപ്പിക്കുകയല്ലേ. അവർക്ക് കൊടുക്കേണ്ട പൈസ കൊടുക്കൂല 3-4 മാസം. ഇലക്ഷൻ ആകുമ്പോഴേ വീട്ടിൽ കൊണ്ടേ കൊടുക്കുക, എല്ലാം കൂടി ഒരുമിച്ച്. ഇത് സ്ഥിരം പരിപാടിയാണ് CPM-ന്റെ. ഉറപ്പായിട്ട് പോകും. അതെന്താ അറിയോ? നമുക്കിപ്പോൾ ഞാൻ പറയാം, അതിനകത്തൊരു ബുദ്ധിമുട്ട് പറയാം. നമ്മൾ പെൻഷൻ ആളുകൾക്ക് ഇങ്ങനെ ഒരുമിച്ച് കൊണ്ടേ കൊടുക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് അതിനെ എതിർക്കുന്നത്? അവർക്ക് ആ വീട്ടിൽ അവർക്ക് കിട്ടാനുള്ള തുക കിട്ടിയതിനെ നമ്മൾ എതിർക്കണേ എങ്ങനെ? ഇലക്ഷൻ ആയതുകൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുക്കരുത് എന്ന് പറയാൻ പറ്റും. പാവപ്പെട്ട ഒരു പട്ടിണിയും പരിവട്ടത്തിന് വേണ്ടി കാത്തിരിക്കുക. ഇത് കൊണ്ടേ കൊടുക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ അത് കൊടുക്കരുത്? ഏതെങ്കിലും പൊതുപ്രവർത്തകർക്ക് പറയാൻ പറ്റുമോ? അല്ല, നിങ്ങൾ ആലോചിച്ച് കൊടുക്കരുത് നമുക്ക് പറയാൻ പറ്റും. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് മാധ്യമങ്ങളെ കാണുന്നത്. ദേശീയപാത നിർമ്മാണത്തിലെ കോടികളുടെ അഴിമതി അടക്കം, ഒപ്പം തന്നെ സംഘപരിവാർ അജണ്ട പിണറായി വിജയൻ നടപ്പാക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ്. മലപ്പുറം പരാമർശം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ പരാമർശമാണ്. അത് തെരഞ്ഞെടുപ്പിൽ വലിയ പ്രചാരണ വിഷയമാക്കാനുള്ള UDF തീരുമാനം നമുക്ക് പ്രാബല്യത്തിൽ വരുന്നത് കാണാൻ കഴിയുകയാണ്.